കേരളത്തിലെ നേതാക്കളിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ JP അനിൽകുമാർ, അതുപോലെ തന്നെ കെ കുഞ്ഞാലിക്കുട്ടി സർവവും ഉരുളെടുത്ത മനുഷ്യർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. രാഹുൽ ഗാന്ധി, പ്രിയഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അവിടെയുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട്, വീട് നിർമ്മിച്ചു നൽകുന്നതിലെ വൈകലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊതു സമൂഹത്തിൽ നിന്ന് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത്തരം വിമർശനങ്ങളൊക്കെ നേരിടുന്നതിനിടെയാണ് കഴിഞ്ഞ മാസം അവർ ഈ പറയുന്ന മേപ്പാടിയിൽ ഭൂമി കണ്ടെത്തിയത്. ആ കണ്ടെത്തിയ ഭൂമിയിൽ ഈ പുനരധിവാസത്തിന് ആവശ്യമായ വീടുകൾ നിർമ്മിക്കുന്നതിന്റെ പ്രാഥമിക ചടങ്ങായ തറക്കല്ലിടൽ ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പ്രധാനം കൂടിയുള്ള പുനരധിവാസം കൂടിയാകുന്നു. കഴിഞ്ഞ ദിവസം സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ ആദ്യഘട്ട വിതരണം 275 വീടുകളുടെ വിതരണം ഫെബ്രുവരി 25 കഴിഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനത്തിന് മുന്നോടിയായുള്ള തറക്കല്ലിടൽ തുടങ്ങുന്നത്. ദീപക് ധർമ്മടം നമ്മോട് ചെയ്യുന്നു. DD, നേരത്തെ ഇതുമായി സംബന്ധിച്ച് കോൺഗ്രസിന്റെ വീടുകൾ വൈകുന്നത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന രീതിയിലൊക്കെ രാഷ്ട്രീയമായ പ്രതിരോധം കൂടി കോൺഗ്രസിന് നേരെ ഉയർന്നു വന്നിരുന്നു. ഈ പ്രതിരോധത്തിന് കൂടി ഒരു അറുതിയാവുകയാണ് തറക്കല്ലിടൽ ചടങ്ങിലൂടെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുമ്പോൾ. സുഹൈൽ, ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായി അതിന്റെ താക്കോൽ ദാനം നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിന്റെ തറക്കല്ലിടൽ നടക്കുന്നത്. എന്നാൽ ഏറെ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷമാണ് തറക്കല്ലിടലിലേക്ക് കടക്കുന്നത് എന്ന രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പക്ഷേ എന്നാൽ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് തറക്കല്ലിടലിൽ ഇടപെടുന്നു. രാഹുൽ ഗാന്ധി വേദിയിൽ എത്തിയിരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ MP കൂടിയാണ്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഹൈക്കമാൻഡിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അന്തർരാജ്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എത്തിയിരിക്കുന്നു. ഇതുകൂടാതെ മിക്കവാറും KPCC നേതാക്കൾ എല്ലാവരും കെ കുഞ്ഞാലിക്കുട്ടി, ലീഗിന്റെ നേതാവ് എന്നുള്ള നിലയിൽ കെ കുഞ്ഞാലിക്കുട്ടി MLA എത്തിയിരിക്കുന്നു. നേതാക്കളെല്ലാം അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉരുൾമല ദുരന്തത്തിന്റെ ഇരകൾക്ക് കൃത്യമായ ഒരു അത്താണി വിൽക്കാൻ KPCC തയ്യാറാകുന്നു എന്നുള്ള രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, TCPക്ക് പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്തതാണ് കണ്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വേദിയിൽ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. സ്വാഗതം ആശംസിച്ചുകൊണ്ട് കൽപ്പറ്റ MLA ആയ KPCC വർക്കിംഗ് പ്രസിഡന്റ് TCPക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.